അപ്പോൾ നമുക്കൊന്ന് പൊള്ളാച്ചി വരെ പോയാലോ? നമ്മൾ ഈ രാവിലെ നേരം വെളുത്ത് ഈ മഞ്ഞിലൊക്കെ പോകുന്നത് പൊള്ളാച്ചിയിലോട്ടാണ്. കുറച്ച് മെഷീൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പൊള്ളാച്ചി കോയമ്പത്തൂരുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ ഒരാളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് വരാം. പൊള്ളാച്ചിയിലോട്ട് പോകുന്ന വഴി ഫുള്ള് തെങ്ങും തോപ്പാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും തെങ്ങ് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്റ്റേ ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സ്വന്തം അനിയൻ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ നേരെ ഇറങ്ങി. ആദ്യം അവിടെ അടുത്തുള്ള കുറച്ച് സ്റ്റോറിലൊക്കെ പോയി നോക്കി. പക്ഷെ നമുക്ക് വേണ്ടിയത് കിട്ടിയത് നമ്മൾ നേരെ കോയമ്പത്തൂർ പോയപ്പോഴാണ്. അവിടെ പോയിട്ട് ആൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ ആളാണ് പറഞ്ഞപ്പോൾ ഇതിങ്ങനാണ് അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അവിടെ എല്ലാം അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പായിരുന്നു. അതുകൊണ്ട് എല്ലാം അവർ നല്ല ഭംഗിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അവിടെ സ്പൈസസിന് മാത്രമല്ല മാനുഫാക്ചറിങ് നടക്കുന്ന ചോക്ലേറ്റിൻ്റെ ആണെങ്കിലും വെജിറ്റബിൾ പീലിംഗ് ആണെങ്കിലും കട്ടിങ് ആണെങ്കിലും അങ്ങനത്തെ കുറേ മെഷീൻസ് അവിടെ ഉണ്ട്. നമുക്കത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ നോക്കില്ല.